ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നല്ല ഭംഗിയൊരു കമ്മലാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് ബീഡ്സ്, ഇയർ ഹുക്ക്, ലോറിയൽസ്, ഐ പിൻസ്, ദെൻ കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് ഐ പിൻ എടുക്കുക. ഐ പിൻ എടുത്ത ശേഷം അതിലോട്ട് മുത്ത് കോർക്കാം. 4 മുത്താണ് ഒരു ഐ പിന്നിൽ കോർക്കേണ്ടത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 4 mm വലുപ്പം വരുന്ന വൈറ്റ് കളർ ബീഡ്സ് ആണ്. 4 മുത്ത് കോർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കണം. ഐ പിന്നിൽ ഓൾറെഡി ഒരു ലൂപ്പ് ഉണ്ടാകും. ഈ മുത്ത് കോർത്ത് കഴിയുമ്പോൾ മറ്റേ ഭാഗത്തു കൂടി നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. ഇങ്ങനെ ലൂപ്പ് ഉണ്ടാക്കിയതാണ് ഒരു സെറ്റ്. നമുക്ക് ഇങ്ങനത്തെ 4 സെറ്റാണ് ഒരു കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പം നമുക്കത് ഉണ്ടാക്കാം. ഇവിടെ 4 സെറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. അപ്പോൾ വീണ്ടും ഒരു ഐ പിൻ എടുക്കുക. ഐ പിന്നിലോട്ട് ഈ കോർത്ത് വെച്ച് 4 സെറ്റും നമുക്ക് കോർക്കാം. 4 സെറ്റും കോർത്ത ശേഷം ഈ ഐ പിന്നിലും നമ്മൾ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ പ്ലെയർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാം. ലൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇപ്പം ചെയ്ത പോലെ തന്നെ മറ്റേ ഭാഗത്തു കൂടി ഒരു ഐ പിൻ എടുത്തിട്ട് ഈ 4 സെറ്റും അതിൽ കോർക്കുക. കോർത്ത ശേഷം വീണ്ടും അതിലും ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അങ്ങനെ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. 2 സൈഡിലും ഐ പിന്ന് കോർത്ത് ഓരോ ലൂപ്പ് ഉണ്ടാക്കി നമുക്ക് നിർത്താം. ഇപ്പൊ കമ്മലിന്റെ മെയിൻ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ലോറിൽസ് എല്ലാം കോർത്ത് ഇതിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം. ഓരോ സെറ്റ് 3 സെറ്റ് നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കാം. ഇതിനും നമ്മൾ ഐ പിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐ പിൻ എടുത്തിട്ട് അതിൻ്റെ ലൂപ്പ് ചെറുതായിട്ടൊന്ന് അകത്തുമ്പോൾ സൈഡിലോട്ട് അകത്തിയാൽ മതി. എങ്കിൽ നമുക്ക് ലോക്ക് ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അകത്തിയ ശേഷം നമുക്ക് അതിലോട്ട് ലോറിയൽസ് കോർക്കാം. ഇവിടെ ഞാൻ വൈറ്റ് കളർ മുത്തെടുത്ത കാരണം ലോറിയൽസും വൈറ്റ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 ലോറിയൽസ് ആണ് ഒന്നിൽ കോർക്കുന്നത്. 3 എണ്ണം ആയാലും മതി. 5 എണ്ണം ആകുമ്പോൾ കുറച്ച് തിക്കായി ഇരുന്നോട്ടെ എന്ന് കരുതിച്ചാണ് ഞാൻ 5 എണ്ണം എടുത്തത്. പൊതുവെ ഈ ലോറിയൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോർത്ത ശേഷം നമുക്ക് ഈ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം ഒരു മുത്ത് ഇതിലോട്ട് കോർക്കാം. മുത്ത് വേണ്ടെങ്കിൽ ഇങ്ങനെ ലോറിയൽസ് മാത്രമായിട്ടും കോർക്കാം. അപ്പം ഞാനിതിലൊരു മുത്ത് കൂടി കോർത്തിട്ടാണ് ഇതിൽ തൂങ്ങാനിടുന്നതൊക്കെ. അപ്പോൾ ഒരു മുത്ത് കോർത്ത ശേഷം നമുക്ക് ഈ ഐപ്പിന് ഇത്രയും ലെങ്ത് ആവശ്യമില്ല. അപ്പം അതിൻ്റെ ഹാഫ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത ശേഷം നമുക്ക് അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ലൂപ്പ് ഹാഫ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് കമ്മലിലോട്ട് കോർക്കാം. കോർത്ത ശേഷം അത് ലോക്ക് ചെയ്താൽ മതി. ഒരു ഹാഫാക്കി നിർത്താം. കാരണം നമുക്കതിൽ കോർക്കണമല്ലോ. അതിൽ കോർത്ത ശേഷം നമുക്ക് ഈ ലൂപ്പ് ലോക്ക് ചെയ്യാം. ഇങ്ങനെ ഒന്ന് മാത്രം തൂക്കിയിട്ട് ഇടുന്നതും ഭംഗിയുണ്ടാവും. ഞാനിതിൽ 3 എണ്ണം തൂക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ മുകളിൽ 2 ഭാഗത്തും ഈ 2 ഭാഗത്തും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഈ 4 മുത്ത് ഞാൻ കുറച്ച് വലിയ മുത്തായത് കൊണ്ടാണ് ഈ ഒരു ഐ പിന്നിൽ 4 എണ്ണേ കോർക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ ലൂപ്പ് ഉണ്ടാക്കാനുള്ള സ്പേസ് അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ ഈ കുഞ്ഞു മുത്താണെങ്കിൽ അത് ഇതിനേക്കാൾ ചെറിയ മുത്തോ ക്രിസ്റ്റലോ എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 5 മുത്തെല്ലാം കോർക്കുകയാണെങ്കിൽ ഈ 4 സെറ്റ് ഉണ്ടാക്കിയ പോലെ 5 സെറ്റ് ഉണ്ടാക്കണം. എത്ര മുത്താണോ അതിൽ കോർക്കുന്നത് അത്രയും സെറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതിൽ ഞാൻ 4 മുത്ത് കോർത്ത കാരണം നമ്മൾ 4 സെറ്റ് എടുത്തു. എങ്കിലേ കറക്റ്റ് ഈ ഡയമണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ, അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ഷേപ്പ് നമുക്ക് കിട്ടില്ല. നമ്മൾ 3 സെറ്റും കോർത്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ഇയർ ഹുക്ക് കോർക്കാം. അപ്പോൾ ഇയർ ഹുക്കിൽ ഉള്ള ലൂപ്പ് പതുക്കെ അകത്തിയിട്ട് നമുക്ക് ഈ കമ്മലിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലൂപ്പിലോട്ട് കോർക്കാം. എന്നിട്ടത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ റെഡിയായി. ഈ ഇയർ ഹുക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്റ്റഡ് യൂസ് ചെയ്യാം. സ്റ്റഡ് ബേസിന് നമ്മുടെ സ്റ്റഡ് ബേസിന് 2 രൂപ മുതൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കമ്മലിന് കുറച്ച് വലിയ ബേസ്, അതൊരു 5 രൂപയുടെ ബേസൊക്കെ വേണ്ടി വരും.
അപ്പോൾ അതിൽ ഗ്ലൂ ആക്കിയ ശേഷം ഇതേ വലിപ്പമുള്ള സെയിം കളർ മുത്ത് ഒട്ടിച്ചിട്ട് നമുക്ക് സ്റ്റഡും ഇതിലൂടെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡിയായി. നല്ല ഭംഗിയില്ലേ? അപ്പോൾ കമ്മൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും സജഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഐറ്റമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.